ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നല്ലൊരു മൂടിക്കെട്ടിയ മഴ പെയ്യുന്ന അന്തരീക്ഷം പുറത്ത്. സമ്മറൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെടിയെല്ലാം നട്ട് ഒന്ന് സെറ്റാക്കാമെന്ന് കരുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം ഭയങ്കര തണുപ്പും മഴയായിട്ട് കാലാവസ്ഥയുടെ ആ മൂടേ അങ്ങ് മാറിപ്പോയി. ഭയങ്കര മടി പിടിച്ചുള്ളൊരു മൂഡ്. ഞാനിപ്പം ജിമ്മിൻ്റെ വേളയിൽ പോയി ഇന്ന് ജിമ്മ് കഴിഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സുകളെല്ലാം ഭയങ്കര തിരക്കാണ് ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്ലാസ് അവർ ക്യാൻസൽ ചെയ്തു, ടീച്ചറിന് വയ്യെന്നും പറഞ്ഞുകൊണ്ട്. ഒരു ക്ലാസ്സാണെങ്കിൽ ബുക്ക് ചെയ്യാനും പറ്റുന്നില്ല, അതപ്പോഴത്തേക്കും ഫുള്ളായി പോവാം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ജിമ്മിൽ പോയി ഒരു വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കാറിൽ വന്ന് വീട്ടിൽ പോയി. കുറേ പണികളുണ്ട്. തുണി അലക്കുക, വീടടുക്കി വയ്ക്കുക, അങ്ങനെ കുറച്ച് പരിപാടികൾ. പിന്നെ ഒരു ക്യാമ്പിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ക്യാമ്പിങ്ങാണ്. പോയിട്ടുണ്ടെങ്കിലും ഓവർനൈറ്റ് ക്യാമ്പിങ് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും എല്ലാം റെഡിയാക്കി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അങ്ങനെ കുറച്ചധികം പരിപാടികളുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമ്മുടെ തലയിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കേണ്ട ടൈം എത്ര, പിന്നെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് പ്രയോറിറ്റി ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര, ഇന്നൊരു ലേസി ഡേ ആണോ, ഇന്നൊരു തിരക്കുള്ള ദിവസമാണോ, ഇതെല്ലാം എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണ് തുറന്നു കഴിയുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കും, അടുക്കടുക്കി വയ്ക്കും. ഇന്ന സാധനം ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം. അങ്ങനെ ചെയ്യാനും അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ ഒരു ദിവസം പ്ലാൻ ചെയ്യാനും പറ്റുക എന്നുള്ളതൊരു വലിയ കാര്യമാണെന്ന് ഞാനിപ്പോൾ ഈ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി. കാര്യം അവിടെ അവർക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ ഭയങ്കര അവസ്ഥയല്ലേ. ഞാനിങ്ങനെ ഇപ്പം അല്ല, കുറച്ച് നാളായിട്ട് നമ്മളെക്കാളും ഒരുപാട് ഇരട്ടി പ്രായമുള്ള ആൾക്കാർ, ഇരട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളിപ്പോൾ പകുതിയോളം നമ്മുടെ ലൈഫിൽ സഞ്ചരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ ഇരട്ടി പ്രായമൊന്നുള്ളൂ. ഇരട്ടിന്ന് കുറച്ചും കൂടെ ഒരു 86 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു പ്രായ വ്യത്യാസം നമ്മളെക്കാളും ഇരട്ടിയിൽ നിന്നും. ഞാൻ കുറേ പരത്തുന്നുണ്ടല്ലേ, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയത് എടുക്കാം കേട്ടോ. എനിക്കും ഇഷ്ടമല്ല ഇങ്ങനെ പരത്തി സംസാരിക്കുന്നത്. പക്ഷേ ഈ സംസാരിച്ചധികം പരിചയമില്ലാത്തവർ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പരന്ന് പോകും. അത് ട്രെയിൻ ചെയ്ത് മാത്രമേ അത് ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ്ങും കൂടിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസം. മുഖത്തേക്ക് വെയിലടിക്കുമ്പോഴേ ആ ഗ്ലോ നമുക്ക് ഈ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിവേ, പറഞ്ഞു വന്നത് അതല്ല. അപ്പം അങ്ങനെ സമ്മറല്ലേ, അപ്പം സമ്മറായി കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്ത് പലയിടത്ത് പോകണം. അടുത്ത 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളൊരു പാരീസ് ട്രിപ്പ്, ആദ്യം ഫ്രാൻസ് മാത്രമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഫ്രാൻസിൽ നിന്ന് ഇച്ചിരി കൂടെ കൂട്ടി, എന്നാൽ പിന്നെ ഒരു രാജ്യം കൂടെ കണ്ടേക്കാമെന്ന് കരുതി ബെൽജിയം കൂടെ കൂട്ടി അതൊരു 2 കൺട്രീസ് പ്ലാനായിട്ട് മാറി. 6 ദിവസത്തെ ട്രിപ്പ്. ദൈവത്തിനറിയാം, കാരണം ഈ പുറം വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ മടുക്കാൻ ചാൻസ് ഉണ്ട്. ഫെലിക്സിനാണെങ്കിലും ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് ഭ്രാന്ത് പിടിക്കുന്ന വിശപ്പാണ്. അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ സമയത്ത് ശരിയാക്കണം. പിന്നെ ബഡ്ജറ്റും ഒരു വലിയ പ്രശ്നമാണ്. എന്താണെങ്കിലും നമുക്ക് പോകണം, യാത്ര ചെയ്യണം എന്നുള്ളൊരു മനസ്സുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ സന്തോഷ് കുളങ്ങര പറഞ്ഞ പോലെ ഒരു സ്റ്റോപ്പിലിറങ്ങി അവിടെ തന്നെ ചിരിച്ച് ജീവിച്ച് മരിച്ചു പോകണേക്കാളും നല്ലതല്ലേ കുറേ സ്റ്റോപ്പുകളൊക്കെ മാറി കണ്ട് അങ്ങ് മരിച്ചു പോകണത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ കുറേ ഓർമ്മകളുണ്ടല്ലോ. അപ്പം ഒരു പ്രായമായി കെയർ ഹോമിലൊക്കെ അഡ്മിറ്റായി നടക്കാനൊന്നും വയ്യാതിരിക്കുമ്പം യൂട്യൂബൊക്കെ അന്നുണ്ടെങ്കിൽ എനിക്കിടയ്ക്ക് കാണാമല്ലോ. ഓക്കെ, ഇന്ന സമയത്ത് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിരുന്നു, അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു എന്ന് എനിക്ക് കാണാമല്ലോ. കഴിഞ്ഞ ദിവസം ടൈറ്റാനിക്കിൻ്റെ മൂവി എടുത്ത് കണ്ടു. അപ്പം പ്രായമുള്ള പുള്ളിക്കാരി ഇങ്ങനെ പഴയ കാലങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഞാൻ എത്ര വർഷം മുന്നാണെന്നറിയാം. അത് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അതിനകത്ത് ആ സീൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിയേറ്റർ മൊത്തം കൂവലും ബഹളമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ നാണിച്ച് അവർ സെൻസർ ചെയ്തായിരുന്നു കേട്ടോ. അന്നത്തെ സമയത്ത് ഞാൻ കോലഞ്ചേരിയിൽ ആ തിയേറ്ററൊക്കെ ഇപ്പോൾ പൂട്ടിപ്പോയെന്ന് തോന്നുന്നു. മമ്മിയുടെ കൂടെ അന്ന് ഭയങ്കര ഓസ്കാറൊക്കെ കിട്ടി, ഭയങ്കര ഓളായിരുന്നു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ. അങ്ങനെ പഴയ ആ സമയത്തെ സിനിമകളൊക്കെ എടുത്ത് കാണാനും ആ സമയത്തെ മെമ്മറീസ്
എങ്ങനെയാണ് നമുക്കത് ഫീൽ ചെയ്തത്, നമ്മളെ ഗോ ത്രൂ ചെയ്തത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടം. ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ചില ആൾക്കാർക്ക് എപ്പോഴും ആൾക്കാർ ചുറ്റും വേണം. അവർക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ശ്വാസം മുട്ടലാണ്. പക്ഷേ കുറച്ച് പേർക്ക് അതിങ്ങനെ ഒരുപാട് പേര് എപ്പോഴും ഉണ്ടായാലും ശ്വാസം മുട്ടലാണ്. അപ്പം ഈ 2 പേരും കൂടെ കൂടി മാരേജ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഞാനും എൻ്റെ കെട്ടിയവനും തമ്മിലുള്ളൊരു മാരേജ്. അപ്പം ഇന്ന് രാവിലെയും കൂടെ ഞങ്ങൾ തമ്മിലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായതാണ്. പിന്നെ എൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എപ്പോഴും ഉള്ള ആൾക്കാരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഓർമ്മകളില്ലേ കുറച്ചുകൂടെ പ്രഷ്യസ്. നമ്മളെ അറിയില്ലാത്ത, നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആൾക്കാർ നമുക്കറിയത്തില്ല. നമ്മുടെ മുന്നിലേക്ക് അവർ വരുന്നത് ചിലപ്പോൾ ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയും കൊണ്ടായിരിക്കും. നമ്മൾ അവരോട് സംസാരിച്ച് അവരെന്താണെന്ന് മനസ്സിലാക്കി വരാൻ തന്നെ എടുക്കും, ഒരു 5-6 മാസം എടുക്കും. എങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇവർ ട്രസ്റ്റ് വർത്തി ആണോ, അവരെ നമുക്ക് കൂട്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. മിക്ക ആൾക്കാരും 1-2 പ്രാവശ്യത്തെ മിണ്ടൽ കഴിഞ്ഞിട്ട് അവരവരുടെ ലൈഫും തിരക്കും ഒക്കെ ആയിട്ടങ്ങ് പോകും. അപ്പം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, അവരുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പേഴ്സണൽ സ്പേസ് വേണം. സ്പേസ് മസ്റ്റാണ്. അതായത് എനിക്ക് എൻ്റേതായ സ്പേസ് വേണം. ഇപ്പോൾ ഹസ്ബൻഡാണ്, ഹസ്ബൻഡിൻ്റേതായ സ്പേസ് വേണം. കുട്ടികൾക്ക് അവരുടേതായ സ്പേസ് വേണം. പക്ഷേ അവരും നമ്മളുമായിട്ടുള്ളതും കൂടെ ഒരു സ്പേസ് വേണം. ആ സ്പേസിന് നമ്മൾ ടൈം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അതിനകത്ത് കോൺഫ്ലിക്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇടപെടണം. അതിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇടപെട്ട് അത് വഴക്കുണ്ടാക്കി അത് എങ്കിൽ മാത്രമാണ് ഒരു വേക്കപ്പ് കോളായിട്ട് മറ്റേക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് വഴക്കുണ്ടാക്കിയ ശേഷം ഞാൻ എസ്തറിനോട് പറഞ്ഞു, എടി ഞാൻ വഴക്കുണ്ടാക്കിയതല്ല, അതെന്താ പിന്നെ എന്നാ അമ്മ ഉണ്ടാക്കി. എടി അത് ചില സമയത്ത് ആൾക്കാർ മറന്നു പോവും എന്നൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ സമാധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവത്തില്ല. നമ്മളൊന്ന് ഒച്ച വെച്ച് ബഹളം കൂട്ടി ഒരു ഒച്ചപ്പാടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമാണ് അവരൊന്ന് ഞെട്ടിയുണ്ടൊന്നും ഷെയ്ക്ക് ആവത്തുള്ളൂ. എന്നാലാണ് അവരുടെ തലയിലേക്ക് കയറത്തുള്ളൂ. ഇതൊക്കെ എൻ്റെ കെട്ടിയൻ എൻ്റെ അടുത്ത് പ്രയോഗിക്കുന്ന തന്ത്രങ്ങളൊക്കെയാണ്, ഞാൻ തിരിച്ച് പ്രയോഗിച്ചു എന്ന് മാത്രം. അപ്പം ഇന്നലെ മൂവി നൈറ്റായിരുന്നു. മൂവി നൈറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടതാണ്. ഞാനും പിള്ളേരും കൂടെ കൂടി 2 സിനിമ കണ്ടു. അടിപൊളി സിനിമകളായിരുന്നു. എന്നാൽ ആദ്യത്തെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. അത് ഞങ്ങൾ രണ്ടാമത് കാണുന്നതാണ്. ഞാൻ കണ്ടിട്ട് ഞാൻ എസ്തറിൻ്റെ വഴി ഭയങ്കര തമാശയാടി വാടിയെന്നും പറഞ്ഞുകൊണ്ട് എസ്തർ ഈ ടീനേജ് ആയതിനു ശേഷം ഇങ്ങനെ മാറി നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നു തുടങ്ങി. അവൾ കുറച്ചും കൂടെ എന്താ പറയുക, ഞങ്ങളുടെ കൂടെ ഇരിക്കാനും ഞങ്ങളെ മനസ്സിലാക്കാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും. അയ്യോ എന്തോരം പുതിയ വാക്കുകളാണെന്ന്, എൻ്റെ ദൈവമേ, നമുക്ക് പ്രാന്ത് പിടിക്കും ഇതിങ്ങനെ. എന്നിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത വാക്കുകൾ പറഞ്ഞിട്ട് നമ്മളെ ഇട്ട് കുഴപ്പിക്കുക എന്നുള്ളത്. അമ്മയ്ക്ക് അറിയത്തില്ല, ഈ അമ്മ ഓൾഡ് ജനറേഷൻ, ഇന്നതാണ് ഇതിൻ്റെ അർത്ഥം, വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനും എനിക്ക് അറിയത്തില്ലെങ്കിൽ അറിഞ്ഞാലും ഞാൻ പേടി എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ അവളെ ഇൻട്രാക്ട് ചെയ്യിക്കാനും അവളെ കൂടുതൽ നമ്മളിലേക്ക് ആ ഒരു ബോണ്ട് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനൊക്കെ ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നലത്തെ മൂവി നൈറ്റ് ഞങ്ങൾ 3 പേരും എൻജോയ് ചെയ്തു. ഫെലിക്സ് വന്നില്ല, ഹസ്ബൻഡ് വരാനായിട്ട് ഞാനിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, വന്നില്ല. ഇന്നലെ അതിന് കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞു, പക്ഷേ ഏൽക്കുന്നില്ല. ചെറുതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അതങ്ങ് കയറുന്നില്ല തലയിൽ. അപ്പോൾ ഇന്ന് ഞാൻ വലിയൊരു വഴക്കുണ്ടാക്കി, വലിയ ബഹളം ഒച്ചയൊക്കെ പാടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുടെ തലയിൽ കയറിയെന്ന് തോന്നുന്നു, പോസിറ്റീവായിട്ട് എടുത്തു എന്ന് തോന്നുന്നു. നോക്കാം, ഇന്ന് വൈകുന്നേരം വന്നു കഴിയുമ്പോൾ നോക്കാം. അപ്പം പറഞ്ഞു വന്നേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ കുഴച്ച് പറയാൻ ഇപ്പോൾ എനിക്കറിയത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വർത്തമാനം പറഞ്ഞ് അതൊരു ശരിയായി എടുക്കുമായിരിക്കും. പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ എനിക്കുള്ള ഫ്രണ്ട്സൊക്കെ എനിക്ക് ഭയങ്കര വാല്യുബിളും പ്രഷ്യസുമാണ് കേട്ടോ. അവർ എപ്പോഴും എനിക്ക് കാണാനും അവരോട് സംസാരിക്കാനും ആഴ്ചയിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ 1-2 തവണയെങ്കിലും അവരെ കാണാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എനിക്ക് പറ്റാറുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വാളിറ്റി ടൈം ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മളൊക്കെ വീട്ടമ്മമാരല്ലേ, നമുക്ക് വീട്ടിൽ എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും സമയമില്ലെന്നേ. ഇപ്പോൾ ഈ ജിമ്മിൽ വരുന്നത് തന്നെ നമുക്കൊരു ക്വാളിറ്റി ടൈം കൊടുക്കണ്ടേ.
അല്ലാതെ കുടുംബം 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 എന്ന് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ മക്കൾക്കൊരു ട്രോമയായിട്ടായിരിക്കും മാറാൻ പോകുന്നത്. നമുക്ക് സ്പേസ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ അവരുടെ ലൈഫിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ട് അവരുടെ ലൈഫ് നമ്മൾ ഹെല്ലാക്കി മാറ്റും. അപ്പം നമുക്ക് സ്പേസ് കൊടുക്കുമ്പോൾ അവരുടെ സ്പേസ് നമുക്ക് കൊടുക്കാനുള്ള ഒരു റെസ്പെക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. പിന്നെ ഞാൻ വൈകുന്നേരം കരാട്ടയ്ക്ക് പോകുന്നത്. പിള്ളേരുടെ കൂടെ ഒരു ആക്ടിവിറ്റി അത് മസ്റ്റാണത്. നമ്മൾ പ്രെയർ ആണെങ്കിൽ പ്രെയർ, ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ ഫുഡ് കഴിക്കുന്നത്, സിനിമ കാണുന്നതാണെങ്കിൽ സിനിമ കാണുന്നത്, കരാട്ടയ്ക്ക് പോകുന്നത്. അത് ആഴ്ചയിൽ ഒരു 3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ 1 മണിക്കൂർ അവരുടെ കൂടെയാണ്. വണ്ടി ഓടിച്ച് അവരുടെ കൂടെ ഒരു ആക്ടിവിറ്റിക്ക് പോവാന്ന് പറയുന്നത് അത് മസ്റ്റാണ്. അത് മസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയൊന്നും വീട്ടിലില്ല കേട്ടോ. എല്ലാ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് പറയണമല്ലോ. അപ്പം പിന്നെ സിനിമയ്ക്ക് ഒരുമിച്ച് കാണാൻ വന്നു കഴിഞ്ഞാൽ എസ്തർ ഇതുപോലെ ഭയങ്കര വേഗ് മെൻറ്റാലിറ്റിയാണ്. അവൾക്ക് ഓരോ സമയത്ത് ഓരോ മൂഡ്. അതുകൊണ്ട് അവൾ വരത്തൊന്നുമില്ല. ഇന്നലെ എന്തോ ഗുരുത്തം കൊണ്ട് വന്നതാണ്. ഞാൻ അത്രയും ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് പൊക്കി പൊക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇൻട്രസ്റ്റായി. അങ്ങനെ വന്നതാണ്, അല്ലെങ്കിൽ അവൾ വരത്തൊന്നുമില്ല. പിന്നെ ഉള്ളത് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ ടാബും പിടിച്ചുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. പിന്നെ നമ്മൾ വഴക്കുണ്ടാക്കി വേണം ഈ ടാബൊക്കെ ഒന്ന് മാറ്റി വെപ്പിക്കാനായിട്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കരാട്ടെ മസ്റ്റായിട്ട് പോകുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് കുമാറ്റേ എന്നും പറഞ്ഞിട്ട് ഈ മറ്റേ ഫൈറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു ക്യാരക്ടർ എൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഞാനങ്ങനെ അത്രയും എനിക്ക് ത്രില്ഡ് ആവത്തില്ലല്ലോ. ബാക്കി ഈ മറ്റേ നോർമൽ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഇത്രയും ത്രില്ഡ് ആവത്തില്ല. പക്ഷേ ക്യുമാറ്റേന്നും പറഞ്ഞിട്ട് ഈ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് പാടൊക്കെ വെച്ചിട്ട് 2 പേരെ ഇടിക്കാൻ കിട്ടുവാണെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇടിക്കാൻ കിട്ടുന്നത് നമ്മൾ ശരിക്കും ഇടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതിനകത്ത് ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് കുറച്ച് ഇടിയും അവർക്ക് കൂടുതൽ കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വെക്കും, നമുക്ക് അത്രയും പറ്റുന്നുണ്ട് എന്നുള്ളൊരു